ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ എം പീതാംബരൻ മാഷ്, ഉദ്ഘാടനം നിർവഹിച്ച പ്രൊഫസർ സാറ ജോസഫ്, സ്വാഗതം പറഞ്ഞ ഡോക്ടർ ശ്രീജിത്ത് രമണൻ, കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ മഞ്ജു സി, ആശംസ പ്രഭാഷണം നടത്തുന്ന ശ്രീ എം പി സുരേന്ദ്രൻ, ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, അഴീക്കോട് സാറിൻ്റെ ജന്മശതാബ്ദിയുടെ ആഘോഷം വയല വാസുദേവൻ പിള്ള സാറിൻ്റെ പേരിലുള്ള ട്രസ്റ്റ് തുടങ്ങി വെക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പീതാംബരൻ മാഷ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മൾ തുടങ്ങി വെച്ചാൽ ഇനിയിപ്പോൾ മറ്റുള്ളവരത് തുടരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ അത് മറന്നുപോയാലോ എന്ന ഒരു ആശങ്ക മാഷക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അത് അത്ര അസ്ഥാനത്തുമല്ല. കാരണം ഒരു ദിനം നിൻ്റെ കണ്ണൊന്നടയുകിൽ അത് മതി നിന്നെ ലോകം മറക്കുവാൻ എന്ന് ചങ്ങമ്പുഴ എഴുതിയതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സംസ്കാരത്തിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ ആരുടെയെങ്കിലും ഒരു ദൗത്യമായി മാറണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് സുകുമാര അഴീക്കോട് സാറിൻ്റെ ജന്മശതാബ്ദി ആഘോഷം തുടങ്ങി വെച്ച വയല വാസുദേവൻ പിള്ള ഫൗണ്ടേഷന് ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കട്ടെ. വയല സാറും അഴീക്കോട് സാറിനെയും കൂടി യോജിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത് ഗാന്ധിയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ഗാന്ധിയാണ് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ വയല സാറിനെ കാണുന്നതും കുറച്ചു കാലം പ്രവർത്തിക്കുന്നതും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതും പൂർണ്ണോദയ ബുക്ക് ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഗാന്ധിയൻ സാഹിത്യം മലയാള ഭാഷയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് ഈ പൂർണ്ണോദയ ബുക്ക് ട്രസ്റ്റ്. എറണാകുളത്താണ് അതിൻ്റെ ആഫീസ്. ഒരു ചെറിയ സ്ഥലത്താണ് അത് നടക്കുന്നത്. അവിടെ കഷ്ടി 2 കസേരയൊക്കെ ഇരിക്കാനുള്ളു. ആ കസേരയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇരിക്കുന്ന ഒരാളായിരുന്നു വയലാ സാറ് എന്ന കാര്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം വലിയ ഡയറക്ടറൊക്കെ ആയിട്ടിരിക്കുന്ന കാലത്താണ് അവിടെ വന്നിരിക്കുന്നത്. ഗാന്ധിയുടെ തെരഞ്ഞെടുത്ത കൃതികൾ, ആ സിലക്റ്റഡ് വർക്ക്സ് ഉണ്ട്, 5 വോളിയത്തിൽ ഇവർ അഹമ്മദാബാദുകാർ ഇറക്കിയിട്ടുള്ള അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്ന കാലത്തും ഗാന്ധിയുടെ ബേസിക് ടെക്സ്റ്റുകൾ എന്ന് പറയുന്ന കാര്യം തർജ്ജമ ചെയ്ത് മലയാളത്തിലേക്ക് ഇറക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം വയലാ സാറ് അതിൻ്റെ മുഖ്യ സംഘാടകനായിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ ഓർക്കുന്നു. ചില പുസ്തകങ്ങൾ ഞാനും അതിൽ തർജ്ജമ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ഗാന്ധിയൻ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കതറും ധരിച്ച് അദ്ദേഹം ഒരു സഞ്ചിയും തൂക്കി, ആ സഞ്ചി ഞാൻ ആദ്യം ധരിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു സഞ്ചി പ്രകാശം മാഷ് കരുതിയിരിക്കുന്ന, ഞാൻ ആദ്യം ധരിച്ചിരുന്നത് ഈ സഞ്ചി നക്സലൈറ്റുകാരുടെ അല്ല, അത് ഗാന്ധിയന്മാരുടെ സഞ്ചിയായിരുന്നു. സഞ്ചി തൂക്കി തുടങ്ങിയത് ഗാന്ധിയന്മാരായിരുന്നു. അപ്പോൾ ആ സഞ്ചിയൊക്കെ തൂക്കി മാഷ അവിടെ വരികയും ആ സഞ്ചിയിൽ പല സാധനങ്ങളൊക്കെ ഉണ്ടാകും. അദ്ദേഹം ചില സംഗതികളൊക്കെ അതിൽ നിന്ന് എടുത്ത് ഈ മാജിക്കുകാരൻ വിസ്മയിപ്പിക്കുന്നത് പോലെ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച് നമ്മോടൊപ്പമൊക്കെ ഉണ്ടായിരുന്നതാണ്. ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിച്ച്, വയലാ വാസുദേവൻ പിള്ള സാറിനെ അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നന്നായിട്ടറിയാം, എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ട്രസ്റ്റ്, ഈ 2 പേർക്കും കൂടി ഗാന്ധിയൻ സംവിധാനം ഉണ്ട്. വയലാ സാറിന് 2 കാര്യങ്ങളായിരുന്നു, നാടകവും ഗാന്ധിയുമായിരുന്നു. അതെങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യം പലപ്പോഴും എനിക്ക് ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം നാടകത്തെയും ഗാന്ധിയെയും കൊണ്ടാണ് പുള്ളി നടന്നത്. ഒരു കയ്യിൽ നാടകവും മറുകൈയിൽ ഗാന്ധിയുമായിരുന്നു. എനിക്കാണെങ്കിൽ ഈ നാടകം കാണുന്ന ശീലം ഉണ്ടായിരുന്നു. നാടകം കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇപ്പോഴത്തെയും ഇഷ്ടപ്പെട്ട കാര്യം. നാടകം കാണുന്നതാണ്. ഈ നാടകം കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ബാക്കി കലാരൂപങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരാളാണ് ഞാൻ. സിനിമയും ബാക്കി സംഗതികളൊക്കെ ഉണ്ട്, അതൊക്കെ മഹത്താണ്, അല്ല എന്നല്ല ഞാൻ പറയണം. പക്ഷേ ഈ
തട്ടിൽ നിന്ന് ഈ നാടകം ഇങ്ങനെ വരുമ്പോഴേ നമ്മുടെ ജീവിതം നമുക്ക് വളരെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നും. സിനിമയിൽ വരുമ്പോൾ അത് കുറേ അകലെയാണല്ലോ എന്നൊരു ധാരണ വരും. മറ്റത് അങ്ങനെയല്ല. മറ്റത് നമ്മളിങ്ങനെ നിന്ന് ഇത് അടുത്ത് നിന്ന് കാണുകയാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് മാഷേ 77 ആ കാലത്തൊക്കെ ഓരോ ഗ്രാമപ്രദേശത്തും വലിയ നാടക മത്സരങ്ങളുണ്ടായിരുന്നു. ഓരോ ഗ്രാമപ്രദേശത്തും. അത് നിങ്ങൾ കരുതുന്ന രീതിയിൽ ബുദ്ധിജീവികൾ വന്ന് കണ്ടിരുന്നതല്ല. ഈ നാടക മത്സരം നടക്കുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ഗ്രാമീണർ മുഴുവൻ രാത്രി അവിടെ വന്ന് തഴപ്പായ വിരിച്ചിട്ട് അതിലിരുന്ന് ഈ നാടകം കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ അങ്ങനെ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ വയലാർ സാറിൻ്റെ നാടകങ്ങളും ഉണ്ടായിരുന്നതായിട്ടും ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഈ നാടകങ്ങളിങ്ങനെ ഒരു ദിവസം ഒരു എൻ്റെയൊക്കെ ചെറിയ ഗ്രാമത്തിലാണെങ്കിൽ ഒരു 4-5 നാടക മത്സരങ്ങൾ ഉണ്ടാകും. നാടക മത്സരമാണ്. അതിൽ ആ കടലിൻ്റെ മക്കൾ എന്ന് പറയുന്ന പിന്നീട് വളരെ പ്രസിദ്ധമായ നാടകം ആദ്യമായിട്ട് ഞങ്ങളുടെ അവിടെയാണ് അവതരിപ്പിച്ചത്. അതിന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിപ്പോയൊരു ഇതാണ്. അപ്പോൾ ഈ നാടകവുമായിട്ടുള്ള ബന്ധം, അതിനുശേഷം പിന്നെ നാടകത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരികയും പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാടകം തന്നെ ക്രമേണ അപ്രത്യക്ഷമായി പോവുകയും ചെയ്യും. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ സ്നേഹിതനായ TM എബ്രഹാമിനോട് പറയും, തൻ്റെ കൊഴുത്ത കാളക്കുട്ടി വന്നതോടുകൂടി കാളക്കുട്ടി കൊഴുക്കുകയും നാടകം ഇല്ലാതാകുകയും ചെയ്തുവെന്ന് അല്പം പരിഹാസത്തോടു കൂടി അദ്ദേഹത്തോട് പറയാറുണ്ട്. എന്തായാലും ഈ പരീക്ഷണങ്ങളൊക്കെ വന്ന് നാടകം ക്രമേണ മനുഷ്യരിൽ നിന്ന് അകന്നകന്ന് പോയി എന്നുള്ള ഒരു വസ്തുത കൂടി അവശേഷിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് നാടകത്തിൻ്റെ ഒരു വലിയ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിലും പാരമ്പര്യത്തിലുമാണ് വയലാർ സാർ ഏറെ ശ്രദ്ധിച്ചിരുന്നത് എന്നുള്ള കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. അഴീക്കോട് സാറിനെ ഞാൻ ആദ്യമായി കാണുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 8ാം ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞൊരു സാറ്, അദ്ദേഹം മൂത്തകുന്നത്ത് കോളേജിലാണ് B.Ed പഠിച്ചത്. അപ്പോൾ മൂത്തകുന്നത്ത് കോളേജിൽ ഈ റഹ്മാൻ സാറിനെ അഴീക്കോട് സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അഴീക്കോട് സാറ് എറണാകുളത്ത് സാഹിത്യ പരിഷത്തിൻ്റെ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിങ്ങനെ ഈ അഴീക്കോട് സാറിനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ട്, സോഷ്യൽ സ്റ്റഡീസാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്, വിസ്തരിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ ഗുരുനാഥൻ കൂടിയായ അദ്ദേഹം ഇന്ന ദിവസം ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പോയി പ്രസംഗം കേൾക്കാം. അങ്ങനെ അദ്ദേഹം ഒരു 5-10 കുട്ടികളെ തിരഞ്ഞെടുത്തതിലൊന്ന് ഞാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് പരിഷത്തുകാർ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വലിയ എഴുത്തുകാരൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്ന ഗടാഗടിയന്മാർ, അതിലാണ് അഴീക്കോട് സാർ പ്രസംഗിക്കാൻ വേണ്ടി വരുന്നത്. അന്നാണ് ആദ്യമായിട്ട് ഈ ഗംഗാപ്രവാഹം പോലുള്ള ഈ പ്രഭാഷണം ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഈ സമസ്ത പദങ്ങളിങ്ങനെ കൊരുത്ത് വരുന്നൊരു രീതി അഴീക്കോട് സാറിൻ്റെ പ്രസംഗത്തിനുണ്ട്. അത് മുൻകൂട്ടി ആലോചിച്ചിട്ട് പോയി പറയുന്നതൊന്നുമല്ല. അവിടെ നിൽക്കുന്ന സമയത്ത് അഴീക്കോട് സാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊസസ്ഡ് ആകും. ഈ ആ വേദിയും മൈക്കും ആളും പ്രസംഗിക്കേണ്ട വിഷയവും എല്ലാം നോക്കിയിട്ട് അഴീക്കോട് സാറ് അതിൽ പൊസസ്ഡായിട്ട് ഇങ്ങനെ പോകും. പിന്നെ അതിൻ്റെ പുറകെ മറ്റേ ഇത് ഓൾഡ് മാൻ ആൻഡ് സീയിൽ ഈ ശ്രാഗിൻ്റെ പുറകെ പോകുന്ന മുക്കുവനെ പോലെ ആ ശ്രാഗിൻ്റെ പുറകെ ഇങ്ങനെ പോയി തിരിച്ചു വന്ന് എവിടെയെങ്കിലുമൊക്കെ നിൽക്കും. അങ്ങനെയാണ് അഴീക്കോട് സാറിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു രീതി. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് കാളിദാസൻ വലിയ കവിയാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, സാഹിത്യത്തിലെ ഗന്ധകസാനു പ്രദേശങ്ങളിലൂടെ അല്ല ഔപനിഷത്തിക് വാസനാവസിതാന്തകരണായനായ കാളിദാസനുണ്ടല്ലോ. കാളിദാസൻ, ആ ഔപനിഷത്തിക് വാസനാവസിതാന്തകരണായനായ കാളിദാസനുണ്ടല്ലോ. കാളിദാസൻ എന്ന് പറയുമ്പോൾ ഈ ഓഡിയൻസ് മുഴുവൻ ഈ കാളിദാസനെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ആ കാളിദാസനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് സാഹിത്യത്തിൽ അഴീക്കോട് സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അത് കാളിദാസനാണ്.
കാളിദാസ കൃതികളുമായിട്ടുള്ള ഹൃദയബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് അഴീക്കോട് സാറ്. അതുകൊണ്ടാണ് ആരാണി സൂസൻ സൊൻടാഗ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് 1.5 പുസ്തകം എഴുതി എന്നൊക്കെ നിന്ന് വേദിയിൽ നിന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ കാളിദാസൻ്റെ സിംഹാസനം കണ്ടിട്ടുണ്ട് എന്ന് പറയും. ആ കാളിദാസൻ്റെ സിംഹാസനം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിദാസ കൃതികളിലൂടെയുള്ള നിരന്തര സഞ്ചാരത്തിൽ നിന്ന് അദ്ദേഹം കാളിദാസനെയും കാളിദാസൻ ഇരിക്കുന്ന കാവ്യസിംഹാസനത്തെയും പലവട്ടം കാണുകയും അതിനോട് സംവദിക്കുകയും ചെയ്ത ഒരു സംസ്കാരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ കാളിദാസ കൃതികളാണ് സാഹിത്യത്തിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സംസ്കൃതം പഠിപ്പിക്കുകയും സംസ്കൃതം പഠിപ്പിക്കുന്നതോടൊപ്പം വേദം ഉപനിഷത്തുകളൊക്കെ പഠിപ്പിക്കുകയും ചെയ്ത കാരണം വളരെ ചെറുപ്പം മുതലേ തന്നെ ഉപനിഷത്തുകളുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ആ ഉപനിഷത്തുകളുമായിട്ടുള്ള ആത്മബന്ധം അദ്ദേഹം ഒരിക്കലും വിച്ഛേദിച്ചിരുന്നില്ല. ആ ആത്മബന്ധം ഒരു ദർശനം എന്ന നിലക്ക് അഴീക്കോട് സാറിനെ ഏറെ സ്വാധീനിക്കുന്നത് ഈ ഉപനിഷത്ത് ദർശനങ്ങളായിരുന്നു എന്ന കാര്യം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ ജീവിതത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെയും തൻ്റെ പൊതുജീവിതത്തിൻ്റെയും വ്യക്തി ജീവിതത്തിൻ്റെയും തലത്തിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്നത് മഹാത്മാഗാന്ധിയുമാണ്. അങ്ങനെ ഉപനിഷത്തും കാളിദാസനും മഹാത്മാഗാന്ധിയും ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ ജീവിതത്തിന് ആ സംസ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യമുള്ളത്, അഴീക്കോട് സാറുമായിട്ട് എത്ര വട്ടം വഴക്കിട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പ്രശ്നമില്ല, നമുക്ക് സധൈര്യം വഴക്കിടാം. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇദ്ദേഹം വഴക്കിട്ട കാര്യം അദ്ദേഹം മറന്നുപോകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇങ്ങനെ ഇവിടെ വന്ന് തൃശ്ശൂർ വന്ന് ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഴീക്കോട് സാറിനെതിരെ പ്രസംഗിച്ചു. അഴീക്കോട് സാറ് ഭയങ്കര ഈ ക്ഷണം ഞാൻ അവനെ ഭസ്മീകരിക്കും. കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സംസ്കൃതമേ പറയുള്ളൂ, നീ പുറത്തു പോകുമെന്ന് പറയില്ല. അശു അനാഗത വാഗ്വിവേകി, ഈ ക്ഷണം എൻ്റെ പ്രത്യക്ഷത്തിൽ നിന്നും തിരോഭവിക്കൂ. അപ്പോൾ അതായത് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അഴീക്കോട് സാറിൻ്റെ മാതൃഭാഷ സംസ്കൃതമായിട്ട് മാറും. അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയില്ല, പ്രത്യക്ഷത്തിൽ നിന്നും തിരോഭവിക്കാനേ പറയുള്ളൂ. ഇതിങ്ങനെ പറയാം. അത് ഇങ്ങനെ എത്ര വട്ടം വേണമെങ്കിൽ നമുക്ക് വഴക്കിടാം. ആ വഴക്കിടുന്നത് അദ്ദേഹം ആ സന്ദർഭത്തിൽ ആ പ്രശ്നവുമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരിക്കെ മാഷ് നേരത്തെ പറഞ്ഞ ആ വീട്ടിൽ ചെന്ന് ഇതുവഴി ഇപ്പോൾ തൃശ്ശൂർ വരുന്ന വഴിക്ക് ഞാൻ മാഷെ കാണാൻ വേണ്ടി അവിടെ ചെന്ന്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് മറ്റേ സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന ഗോപാലകൃഷ്ണനുണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചോദിച്ചാൽ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഞാൻ പറഞ്ഞു, മാഷെ എന്താ തിരിഞ്ഞിരിക്കണം, ഞാൻ മാഷെ കാണാൻ വേണ്ടി വന്നതല്ലേ എന്ന് പറഞ്ഞു. താൻ അന്ന് എന്നെ അപ്പം മാഷ് ലോകത്തുള്ള എല്ലാവരെയും വിമർശിക്കുക, മാഷിനെ വിമർശിച്ചാൽ എന്താ പ്രശ്നം? അത് കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ പ്ലേറ്റ് മാറ്റിയിട്ട് കണ്ട, ഇതാണ് മനുഷ്യൻ്റെ മഹത്വം. അവൻ എന്നെ കാണുന്നതിന് വേണ്ടി ഇവിടെ വന്ന് പിന്നെ അത് കഴിഞ്ഞാൽ ആ ഒരു മൊശകോടനുണ്ടായിരുന്നു ഇങ്ങരുടെ അടുക്കളക്കാരൻ. ഈ തൃശ്ശൂർ താമസിക്കുമ്പോൾ ഒരു അടുക്കളക്കാരനുണ്ടായിരുന്നു. എന്താണ് അയാളുടെ പേര് മറന്നുപോയി. ഇതുപോലൊരു മൊശകോ അല്ലല്ല, ഈ അടുക്കള ഭക്ഷണം ഉണ്ടാക്കി മാഷ്ക്ക് കൊടുത്തിരുന്നാണ്. അതെ, നമ്മൾ കാണണോ വേണ്ടേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ട് അവിടെ അഴീക്കോട് സാറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നവരെ അദ്ദേഹം ശത്രുവായിട്ടാണ് കാണുന്നത്. ഒരു ശത്രു ആക്രമിക്കാൻ വന്നിരിക്കുന്നു എന്ന രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയാം, അല്ല മാഷുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ല, അല്ല ഒന്ന് കാണണമായിരുന്നു. കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നത്, ഇല്ല കണ്ടില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് കുറേ ശബ്ദം കേൾക്കുന്ന സമയത്ത് മാഷ് പതുക്കെ അവിടെ നിന്ന് വരും. വരൂ എന്ന് പറയുമ്പോഴാണ് ഇയാൾക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ മാഷ് ഒരു ദിവസം പറഞ്ഞ്, ഞാൻ വേണമെങ്കിൽ അയാളെ കൊണ്ട് ഒരു ചായ ഇടിയിപ്പിച്ച് തരാം, പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ചായ കുടിക്കില്ല എന്ന് തീരുമാനിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആളെയാണ് ആ മാഷ് അവിടെ നിർത്തിയിരുന്നത്. ഈ ഇവിടെ ചെന്ന് നേരെ തിരിച്ച്, അതായത് സ്ഥായിയായിട്ടുള്ള ഒരാളോടൊരു വൈരാഗ്യം സൂക്ഷിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക്
അദ്ദേഹത്തോട് നമുക്ക് വിയോജിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അത് ഈ പഴയ തലമുറയിലുള്ള പലർക്കും അത് ആ ഗുണം ഉണ്ടായിരുന്നു. ഇപ്പോൾ എം.വി. ദേവന് അങ്ങനെ ആ ഒരു വലിയ ഗുണമുണ്ടായിരുന്നു. എം.വി. ദേവനെ നമുക്ക് എന്തു വേണമെങ്കിലും പറയാം. എന്തു പറഞ്ഞാലും ദേവൻ അതിങ്ങനെ ഇരുമ്പ് പ്രതിമയിൽ ഗദായുദ്ധം പരിശീലിക്കുന്ന രീതിയിൽ നമുക്ക് എം.വി. ദേവനെ വിമർശിക്കാം. ആ വിമർശനത്തെ അദ്ദേഹം ഉൾക്കൊള്ളും. നന്നായിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയും, നീ ആ പറഞ്ഞത് നന്നായിട്ടാ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ യോഗ്യത കണ്ടിട്ടുള്ളത് എം.ജി.എസിലാണ്. എം.ജി.എസിന് നമുക്ക് എം.ജി.എസിൻ്റെ വീട്ടിൽ പോയിരുന്ന് എം.ജി.എസ് എഴുതുന്നതൊക്കെ തെറ്റാണെന്നും ഒക്കെ പറഞ്ഞാൽ എം.ജി.എസ് വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നത് കേൾക്കുകയും നമുക്ക് ചായ തരികയും ഭക്ഷണം തരികയും ഒക്കെ ചെയ്യും. അഴീക്കോട് സാർ അങ്ങനെയല്ല. പറഞ്ഞ ചായ ഇനി കൊണ്ടുവരണ്ടെന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ദേഷ്യം വന്നിട്ട്. പക്ഷേ ഇവർക്കൊക്കെ ഒരു ഗുണം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരോട് നമുക്ക് വിയോജിക്കാം. ആ വിയോജിപ്പുകൾ അവർ ശത്രുതകളായിട്ട് മാറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അഴീക്കോട് സാറിൻ്റെ അടുത്തുള്ള ഈ ഒരു ബന്ധം അത് വളരെ ക്രമേണ വളർന്ന് വന്ന ഒന്നാണ്. നമുക്ക് ജീവിച്ചിരുന്ന കാലത്ത് ഏകാംഗ പ്രതിപക്ഷമായിരുന്നു. ഒരാളെന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും ഒരേ രീതിയിൽ വിമർശിച്ചിരുന്ന ഒരാളാണ്. ആ വിമർശനത്തിന് തനിക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളാണ് എന്നൊരു പരിഗണന കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് കരുണാകരൻ. പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് കരുണാകരനെയാണ്. വളരെ അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തിപരമായ അടുപ്പം വെച്ചുകൊണ്ടല്ല അദ്ദേഹം അത് ചെയ്തിരുന്നത്. സാഹിത്യ നിരൂപണത്തിലേക്ക് അദ്ദേഹം വരുന്നത് ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുന്നൊരു കൃതി എഴുതിക്കൊണ്ടാണ് വരുന്നത്. ഷേക്സ്പീരിയൻ ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് മാഷ് അത് ചെയ്തിരിക്കുന്നതെന്ന് പിന്നീട് അത് വായിച്ചപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബെർണാഡ് ഷാ അല്ലേ ഷേക്സ്പീരിയൻ ക്രിറ്റിസിസം? അതെ, ഷായുടെ ഷേക്സ്പീരിയൻ ക്രിറ്റിസിസം പോലെ. അതിനെക്കുറിച്ച് ഷാ പറഞ്ഞിട്ടുള്ളത്, ഞാനിത് എഴുതുന്നത് വരെ ഷേക്സ്പിയർ ദൈവമായിരുന്നു, ഞാനിത് എഴുതി കഴിഞ്ഞപ്പോൾ ഷേക്സ്പിയർ മനുഷ്യനാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി എന്നാണ്. കാരണം ഈ ദൈവങ്ങളില്ല, നമുക്ക് വിമർശനങ്ങൾ വേണം. അതുപോലെ തന്നെയാണ് അതിരൂക്ഷമായിട്ട് വിമർശിച്ചത്. അപ്പം ഞാൻ അതിനോട് ഇതുപോലെ തന്നെ മാഷോട് പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാഷ് ഈ വാക്യം രസാത്മകം കാവ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രസധ്വനന ശേഷിയുള്ള ഒരു വാക്യം എഴുതിയവനും കവിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. ഇങ്ങനൊരു കാണിക്കലുണ്ടല്ലോ, അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ശങ്കരക്കുറുപ്പ് മാഷുടെ ശിവതാണ്ഡവം പോലുള്ള കവിതകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് മാഷ് എഴുതിയത് ശരിയല്ല എന്ന് പറഞ്ഞ് ഗുസ്തി പിടിച്ച് അന്ന് അവിടെ നിന്ന് തന്നെ ഇറക്കി വിട്ട്, ഈ തൃശ്ശൂരുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അശു അനാഗത വാഗ്വിവേകി, അങ്ങനെയാണ് ഞാൻ ആ പരാങ്ങ കേൾക്കണം. ഒരാളെ വിശേഷിപ്പിക്കുന്നതാണ് അനാഗത വാഗ്വിവേകി. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പുറത്തു പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ. പക്ഷേ മലയാള സാഹിത്യ നിരൂപണത്തിൽ അഴീക്കോട് സാറിന് ചില പ്രത്യേകതകളുണ്ട്. എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യത്തിൽ ഒരു കവിതയെക്കുറിച്ച് ആദ്യമായി ഒരു നിരൂപണ ഗ്രന്ഥം എഴുതുന്നത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആശാൻ്റെ സീതാകാവ്യമാണ്. കുമാരനാശാൻ്റെ സീതാകാവ്യത്തെ ഉപജീവിച്ചുകൊണ്ട് ഒരു നിരൂപണ ഗ്രന്ഥം. അതിനു മുമ്പ് അങ്ങനെയൊന്നുമില്ല. കുറേ പേരുടെയൊക്കെ കൂടി ഒരുമിച്ച് എഴുതി, അവൻ്റെയും ഇവൻ്റെയും മറ്റവൻ്റെയും കൂടി ഒരുമിച്ച് എഴുതി എല്ലാം കൂടി കുത്തിക്കെട്ടി കൊടുക്കുന്നതാണ്. അതുപോലെ ഒരു കവി എങ്ങനെയാണ് മലയാള ഭാഷാ സാഹിത്യത്തെ സ്വാധീനിച്ചത് എന്നുള്ളതിൻ്റെ നിരൂപണവും രമണനും മലയാള കവിതയുമാണ്. ചെലവാക്കിയെന്ന് യെസ് അത് ഇത് ഞാനപ്പോൾ ഓർക്കുന്നത്, ഞാൻ ഈ VC ആയിട്ടിരിക്കുന്ന കാലം, ഇനിയിപ്പോൾ ഇതൊക്കെ പറയാമല്ലോ, വയസ്സ് 70 സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ഒരു അധ്യാപിക എൻ്റെ സുഹൃത്താണ്, എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു റീഡറുടെ പോസ്റ്റ് ഉണ്ടായി. അപ്പോൾ വന്നിട്ട് പറഞ്ഞു അത് ഉടനെ അഡ്വർടൈസ് ചെയ്യണം, അപ്പോൾ എനിക്ക് അപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം എന്താ കുഴപ്പം അവിടെ ചെയ്യുന്നതിൽ? ഈ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പലപ്പോഴും യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകാറില്ല. കാരണം കോളേജിൽ നമുക്ക് വേറൊരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വലിയ ബന്ധമുണ്ട് കുട്ടികളുമൊക്കെ ആയിട്ടേ.
വ്യാപകമായിട്ടുള്ള ബന്ധം. അതൊക്കെ ഇപ്പോൾ മാഷ് ഞാൻ MA പഠിക്കുമ്പോഴാണ് മാഷ് അവിടെ അധ്യാപകനായിട്ട് വരുന്നത്. പക്ഷേ ആ മഹാരാജാസ് കോളേജിൻ്റെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ഞങ്ങളെല്ലാവരും മാഷുടെ വിദ്യാർത്ഥികളായിട്ട് മാറുന്നൊരു രീതി ഉണ്ടായിരുന്നെന്ന്. കോളേജിൽ നിന്ന് ഇറങ്ങുക, വൈകുന്നേരം ഒരുമിച്ച് നടന്നുപോയി. നമ്മൾ ആ KTDCയുടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, KTDCയുടെ. ഇപ്പോൾ അവിടെ കെട്ടിടങ്ങളൊക്കെ ആയി, മറൈൻ ഡ്രൈവ്. അന്നത് മറൈൻ ഡ്രൈവിൻ്റെ ഭാഗമാണ്. അവിടെ പോയി ഞങ്ങൾ വൈകുന്നേരം അന്നൊരു കുടയൊക്കെ വെക്കും. ആ കുടക്ക് കീഴിലിരുന്ന് ഒരു കാപ്പിയും കഴിച്ച് ലോകത്തിൻ്റെ മുഴുവൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന അങ്ങനൊരു ബന്ധം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് മാഷെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തു പോയതാണ്. അത് ആ ഒരു അന്തരീക്ഷത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ മാരേജ് കോളേജിൽ മാഷ് പലവട്ടം വന്നിട്ടുണ്ട്, അഴീക്കോട് സാറ്. ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പലവട്ടം. പക്ഷെ അതൊക്കെ വരികയും ഈ പറയുന്ന രീതിയിലല്ല അങ്ങേര്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു രീതിയുണ്ട്. ആ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒന്ന് മുൻകൂട്ടി തയ്യാറാക്കി പോയി പ്രസംഗിക്കുന്ന ഒരു രീതിയില്ല. എക്സ്റ്റംബറാണത്. ഒരു പ്രഭാഷകൻ എന്ന നിലക്ക് നോക്കുമ്പോൾ എക്സ്റ്റംബറാണ്. ആ എക്സ്റ്റംബറായിട്ട് ചെയ്യുന്നത് അവിടെ പോയി നിൽക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് മാഷോട് ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് മാഷെന്ന് ചോദിച്ചാൽ, അത് അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ഈ സബ്ജക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് മൈക്കാണെന്നാണ് മാഷ് പറയുന്നത്. മൈക്ക് വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മളൊരു മുഖ്യമന്ത്രി അതിൻ്റെ പേരിൽ പരിഹസിക്കാറുണ്ട്. പക്ഷേ പ്രസംഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ഈ മൈക്ക് ശരിയല്ലെങ്കിൽ അത് ഭയങ്കര ഇറിറ്റേഷനാണ്. അത് അങ്ങനെ ഇവരെല്ലാവരും കൂടി തെറി പറയാറുണ്ട്. തെറി പറയാൻ വേറെ എന്തെല്ലാം കാര്യമുണ്ട് മൈക്കിൻ്റെ, കാരണം ഒരാളെ തെറി പറയാൻ എന്തെല്ലാം കാര്യമുണ്ട്, മൈക്കിൻ്റെ പേരിൽ തെറി പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചത്. കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാകും. ആ ശബ്ദത്തെ ഇടയ്ക്ക് ഇത് അങ്ങനെയല്ല, വല്ല ഭയങ്കര ശബ്ദം അത് പുറപ്പെടുവിക്കും നമ്മളോടുള്ള പ്രതിഷേധം കാരണം മൈക്ക്. അതൊക്കെ മാഷ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. ഭയങ്കര ദേഷ്യമെന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഒരു ദിവസം ചോദിച്ചതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഈ അശുവായി ഇരിക്കുന്നത് കൊണ്ട് നോക്കണേ, മൈക്കിന് പോലും എന്നെ ഭീഷണിപ്പെടുത്താമെന്നായിരിക്കുന്നു. ഞാനിങ്ങനെ അശുവായിരിക്കുന്നത് കൊണ്ട് നോക്കണേ, മൈക്കിന് പോലും എന്നെ ഭീഷണിപ്പെടുത്താമെന്നായിരിക്കുന്നു. ഈ തരത്തിൽ ആ ഒരു കോണ്ടെക്സ്റ്റിനെയാണ് മാഷ് ഒരു പ്രസംഗ വിഷയമാക്കിയെടുക്കുന്നത്. അല്ലാതെ മുൻകൂട്ടി പോയി കുറേ കൊട്ടേഷൻ അവിടെ പോയിട്ട് അടിക്കുന്ന ഒരു രീതിയൊന്നും മാഷ്ക്കില്ല. സ്വാഭാവികമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വരുന്നത് ഏറ്റവും കൂടുതൽ ആരെയായിരിക്കും? ഏറ്റവും കൂടുതൽ ഒന്ന് ഉപനിഷത്തിൽ നിന്നും നമഹാത്മാഗാന്ധിയിൽ നിന്നും കാളിദാസനിൽ നിന്നുമാണ്. കാളിദാസ കവിതകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്, മനുഷ്യ മനസ്സിൻ്റെ മാലിനീതടങ്ങളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ ആമ്രകൂടത്തിൻ്റെ ഉത്തുംഗ ശൃംഖങ്ങളിലേക്ക്, അപ്പോൾ നമ്മളിങ്ങനെ നോക്കും, ആ ഉത്തുംഗ ശൃംഖങ്ങളിലേക്ക് ഉയർത്തി വിമലീകരിക്കുന്നു. മേഘദൂതിനെക്കുറിച്ച് എഴുതിയതാണ്, പറയുന്നതാണ്. പക്ഷെ അത്ര ഒരു പവർഫുള്ളായിട്ട് മാഷ് പലപ്പോഴും എഴുതാറില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ കിട്ടുന്ന ശക്തി മാഷുടെ എഴുത്തിൽ പലപ്പോഴും വരാറില്ല. ഈ വിമർശനം എന്ന് പറഞ്ഞാൽ, വിമർശനമല്ലേ എൻ്റെ ജോലി എന്ന് പറയും. ഇതേ കൈ ഇങ്ങനെ കാണിച്ചിട്ട് പറയും, വിമർശനമല്ലേ എൻ്റെ ജോലി. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും വിമർശിക്കും, അക്കൂട്ടത്തിൽ രാഷ്ട്രീയത്തെയും വിമർശിക്കുന്നു. രാഷ്ട്രീയത്തിൽ വിമർശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബന്ധുക്കളില്ല, വിമർശനത്തിൽ ബന്ധുത്വം വരാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പ്രസംഗം ഈ മലയാള ഭാഷയിൽ ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതാം, ഈ രീതി അതുവരെ അങ്ങനെ എഴുത്തില്ല സാറേ, രമണനും മലയാള കവിതയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ്, എനിക്ക് ഈ പിള്ളേരെ ചിന്താവിഷയ സീതയൊക്കെ പഠിപ്പിച്ച് മടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, സത്യം. കാരണം ഒരു 40 കൊല്ലമായിട്ട് എല്ലാ കൊല്ലവും ചിന്താവിഷയ സീത വായിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല കവിത വായിക്കണം എന്ന് തോന്നുമ്പോൾ അതൊക്കെയല്ലേ വായിക്കാൻ പറ്റുള്ളൂ. 40 കൊല്ലം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമുക്ക് ഒരുപാട് സംഗതികൾ കിട്ടും. ഇപ്പോൾ ആ മരണത്തിലേക്ക് പോകുന്ന സമയത്ത് സുസിതാംബരനായി വൃദ്ധനായി ബിസനീതന്തു മരീചികേശനായി
ലസിതസ്മിതനായ ചന്ദ്രിക ഭസിതസ്നാന മൃഗാംഗ കൈതൊഴാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് ഒരേ കാലം ഇങ്ങനെ ആലോചിച്ച് എന്താണ് ഇയാൾ ഇങ്ങനെ? അതിനകത്തൊരു കാര്യം, സീത ജനകനെ സ്മരിക്കുന്ന രംഗമാണത്. അതെവിടെയാണ് കണക്ട് ചെയ്തേക്കുന്നത്? കുമാരനാശാനാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്കങ്ങ് വിട്ടുകളയായിരുന്നു. ഈ ആശാൻ്റെ കവിത എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ലല്ലോ അത്. ആദ്യം രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല, അതുമായിട്ടാണ് ഇതിനെ ക്ലബ് ചെയ്യുന്നത്. അവിടെ മുതൽ ഇവിടെ വന്നിട്ട്, കാരണം ഈ ചന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന ആ മാൻകുട്ടി ഉണ്ടല്ലോ, മാൻകുട്ടിയെ ലാളിച്ചു കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരച്ഛൻ്റെ അസാമാന്യമായ വാത്സല്യം ലഭിച്ച ഒരു മകൾ അച്ഛന് കൊടുക്കുന്ന അവസാനത്തെ ട്രിബ്യൂട്ടാണത്. അതും നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം മകളല്ല, സ്വന്തം മകൾ ഊർമിളയാണ്. ഊർമിളയെക്കുറിച്ച് ജനകന് ഒരാശങ്കയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അനാഥയായി കിട്ടിയ ഈ പെൺകുട്ടിയുടെ ജീവൻ ആണെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൺസേൺ. ലോകത്ത് ഒരച്ഛനും ഒരു മകൾക്കും കൊടുക്കാൻ കഴിയാത്ത സ്നേഹവും വാത്സല്യവും കരുതലും കൊടുത്ത് വളർത്തിയെടുത്ത ആ മകള് മരണത്തിലേക്ക് പോകുമ്പോൾ ഓർമ്മിക്കുന്നതിനാണ്. സുസിതാംബരനായി, വെള്ളവസ്ത്രം, സുസിതാംബരനായി, വൃദ്ധനായി, ബിസനീതന്തു മരീചികേശനായി, ഈ താമരനൂലിൻ്റെ നൂല് പോലെ വെണ്മയാർന്ന തലമുടി, എന്തൊരു ഫിഗറാണില്ലേ അത്, എന്തൊരു ഭംഗിയാണത്. അതാണ് മൃഗാംഗ കൈതൊഴാം എന്ന് പറയുമ്പോൾ. ലസിതസ്മിതനായ ചന്ദ്രിക ഭസിതസ്നാന മൃഗാംഗ കൈതൊഴാം. ആ ഡിക്ഷനൊക്കെ കണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. ഈ അഴീക്കോട് സാറിന് ജീവിത അവസാനം വരെ ചിന്താവിഷ്ടയായ സീത വായിച്ചിട്ട് ഇനിയും വായിക്കാനുണ്ട് എന്ന ധാരണ ഉണ്ടായിരുന്നു. അതാണ് അഴീക്കോട് സാറും മറ്റ് പല സാഹിത്യകാരന്മാരും സാഹിത്യ വിദ്യാർത്ഥികളും സാഹിത്യ നിരൂപകരും ഒക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര വഴക്കുണ്ടെങ്കിലും ശരിയാണ്, എന്തുണ്ടെങ്കിലും മാഷെ ആ ചിന്താവിഷയ സീതയിലെ ഇന്ന ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മറന്ന് വേഗം അതിലേക്ക് വന്ന് ഈ നമ്മൾ നേരത്തെ വഴക്കിട്ടതൊക്കെ മറക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാളിദാസൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് രഘുവംശത്തിൽ. അത് ഇതിൽ ഈ മറ്റേ വാൽമീകി ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്ന. വാൽമീകിയിൽ നിന്നും കാളിദാസനിലേക്ക് എത്തുന്നു, കാളിദാസനിൽ നിന്ന് ആശാനിലേക്ക് എത്തുന്നു, ഇങ്ങനെ അതങ്ങോട്ട് പോകും. ആ വാൽമീകിയും കാളിദാസനും ആശാനുമൊക്കെ ബന്ധിപ്പിച്ച് ഒരു വിദ്യാർത്ഥികളെ മലയാള ഭാഷാ സാഹിത്യം പഠിപ്പിക്കാനുള്ള അസാമാന്യമായ കഴിവ് ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെല്ലാം അദ്ദേഹത്തെ വളരെ, നമ്മുടെ ഇങ്ങേരില്ലേ മലയാളത്തിലുണ്ടായിരുന്ന പേര് അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? പേര് പെട്ടെന്ന് മറന്നു പോണ്. ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. നല്ല വെള്ളമാണ്, ഭയങ്കര ഇതുമാണ്, ഗുണ്ടയെപ്പോലെ പെരുമാറുന്ന ഒരാളാണ്, അധ്യാപകനാണ്, പക്ഷെ അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം രാവിലെ വന്നിട്ട് കുളിച്ചെല്ലാം അല്ല പേരെന്താണ് പക്ഷേ കൈപോയത് ട്രെയിനിൽ നിന്ന് അതായത് അങ്ങേരുടെ സ്വഭാവം പറഞ്ഞുതരാം. അങ്ങനെ ട്രെയിനിൽ പോയപ്പോൾ ട്രെയിനിൽ നിന്ന് വീണിട്ട് ഈ കൈ പോയി. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളി ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ മറ്റേ കൈ കൊണ്ട് ഈ കൈ കൂടി എടുത്തുകൊണ്ട് പോയി. പെട്ടെന്ന് മറന്നു പോണ്. മറവി ദൃഢം അനുഗ്രഹം. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നിട്ട് ഇങ്ങനെ ഹിസ്റ്ററി അസോസിയേഷനിൽ വന്നിട്ട് രാവിലെ കുളിച്ച് മുറുക്കുന്നൊന്നുമില്ല, വളരെ ഇതായിട്ട് വായൊക്കെ കഴുകി ഇങ്ങനെ നല്ല വെള്ള വസ്ത്രമൊക്കെ ഇട്ട് ജോസഫ് ഐ വി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മാഷ് ഇങ്ങനെ വന്ന് നിൽക്കണ? ഇന്ന് കാർന്നവർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കാർന്നവരാ? അപ്പോൾ ഈ അഴീക്കോട് സാറ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അഴീക്കോട് സാറിൻ്റെ ശിഷ്യനാണ്, അരുമ ശിഷ്യനാണ്. ഇതൊക്കെയാണെങ്കിൽ ഇയാൾ വളരെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു.
നല്ല മാർക്കായിരുന്നു ഞങ്ങൾക്ക് MAക്കൊക്കെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അഴീക്കോട് സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഇങ്ങനെ വാപുത്തി അങ്ങനെ നിൽക്കുന്ന ഒരു IVA ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. എന്താടോ വിശേഷങ്ങൾ? ഇല്ല മാഷ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോഴും തൻ്റെ തിരുമാലിത്വമൊക്കെ ഉണ്ടോ? ഇല്ല മാഷ്, ഞാൻ വളരെ ഇതായിട്ടാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴീക്കോട് സാറ് ഇയാളെ പുറത്താക്കി അവിടെ വെച്ച്. എന്നിട്ട് പറഞ്ഞ് ഇതിനകത്തേക്ക് കയറരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ അതിനേക്കാൾ വില്ലൻ, അകത്തേക്ക് കയറരുതെന്നാണല്ലോ പറഞ്ഞേക്കണം. അപ്പോൾ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ ഒരു അപേക്ഷ എഴുതിയിട്ട് അതൊരു കമ്പിൽ കെട്ടി തൂക്കിയിട്ട് ജനാല വഴി മാഷ മുമ്പിലെത്തിച്ച്. അപ്പോൾ മാഷ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കമ്പിലൊരു കടലാസ് കഷ്ണം വരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ പറഞ്ഞു, സാറ് എൻ്റെ അടുത്ത് പറഞ്ഞ അവിടെ വരരുതെന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ വരാതെ ഇതിങ്ങനെ തന്നത്. അങ്ങനത്തെ ശിഷ്യൻ. പക്ഷെ അവരോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വാത്സല്യം അതാണ് സമ്മതിക്കേണ്ടത്. തപോവന വിരുദ്ധമായ വികാരങ്ങൾ കടിപ്പെട്ടു പോയ നരാധമാന്നൊക്കെ ഇവരെ വിളിക്കുമെങ്കിലും, കാരണം ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് തപോവനമായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തപോവന വിരുദ്ധമായ വികാരങ്ങൾ കടിപ്പെട്ടു പോയ നരാധമ എന്നാണ് പറയണത്. അപ്പോൾ ഈ നരാധമനാണ് ഈ നിൽക്കുന്നത്. ആ നരാധമൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോടുള്ള ഹൃദയബന്ധം, അങ്ങനെ വിദ്യാർത്ഥികളോട് ഇത്രയേറെ ഹൃദയബന്ധം സൂക്ഷിക്കുക ഒരു അധ്യാപനത്തിൻ്റെയൊക്കെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യാർത്ഥികളുമായിട്ടുണ്ടാകുന്ന ഏറ്റവും നല്ല ഹൃദയബന്ധം തന്നെയാണ്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒന്നാണ്. അതിൻ്റെ സുഖം ഞാൻ 2 തരത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അധ്യാപകരോടുള്ള ബന്ധത്തിലും അതിനുശേഷം എൻ്റെ വിദ്യാർത്ഥികളോടുള്ള ബന്ധത്തിലും. അതൊരു പ്രത്യേക സുഖമാണ്. എൻ്റെ കുട്ടികൾ എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ മക്കളെന്നല്ല, ഞാൻ പഠിപ്പിച്ച കുട്ടികളെന്നാണ്. അത് അവരോടുള്ള അത്രയും ഒരു കരുതലൊക്കെ എൻ്റെ മക്കളോടുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. മക്കൾക്ക് അവർ ഇല്ല എന്ന് തന്നെയാണ് അവർ പറയാറുള്ളത്. പക്ഷെ ആലോചിച്ച് കഴിയുമ്പോൾ അത് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഈ താൻ പഠിപ്പിച്ച് വിട്ട വിദ്യാർത്ഥികളോട് അദ്ദേഹം സൂക്ഷിച്ച ആ ഹൃദയബന്ധം, ആ ഹൃദയബന്ധമാണ് അഴീക്കോട് സാറിന് ഏറ്റവും ഒരു സവിശേഷതകളിലൊന്നായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിൻ്റെ മഹാഗുരു എന്ന നിലക്ക് ആയിത്തീർന്നത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ ഒരു ഗുരുവേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ മഹാഗുരുവാണ്. അത് ഒരിക്കൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവഗിരി പഠിപ്പിച്ചിട്ടുണ്ട്, ശിവഗിരിക്കാരുമായിട്ട് ഗുസ്തി നടന്നു. ശിവഗിരിക്കാരുമായിട്ട് ആരായിട്ടാണ് ഗുസ്തി ഇല്ലാത്തത്? ശിവഗിരി ഇത് വെള്ളാപ്പള്ളി നടേശൻ നടന്നു വരുന്നതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരാൾ കയറി വരുന്നു എൻ്റെ മുന്നിലേക്ക്, 6 ഇഞ്ച് വീതിയുള്ള കസവ് മുണ്ട കൊടുത്ത് ആ കരുണയിലെ ചെട്ടിയാർ വരുന്നത് പോലെ. കാരണം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹം ഉടനെ ആലോചിക്കുന്നത് കരുണയിലെ ചെട്ടിയാരെ കുറിച്ചിട്ടാണ്. ഈ രീതിയിലുള്ളൊരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുത്ത് മലയാളത്തിൻ്റെ ഗുരുവായി മാറി, കേരളീയരുടെ ഗുരുവായി മാറിയ ഒരു മഹാപ്രതിഭയെ നിങ്ങൾ അനുസ്മരിക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷം. എന്നെ വിളിച്ചതിൽ എനിക്ക് അതിനേക്കാൾ കൃതജ്ഞത. കാരണം അഴീക്കോട് സാറിനെ കുറിച്ച് 2 വാക്ക് എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള, സ്നേഹമുള്ള, കലഹിക്കാൻ സ്വാതന്ത്ര്യമുള്ള, ഗുസ്തി നടത്താൻ നമ്മൾ അനുവദിക്കുന്ന ഒരാളെക്കുറിച്ച് അനുസ്മരിക്കാൻ കിട്ടിയ ഈ അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.